വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിൽ യേശുവിൻ്റെ മരണസമയത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. 51 വാക്യം. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിയെന്ന്. ഇവിടെ നാം ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ടാണ് കീറിയത്. അതായത് മനുഷ്യൻ്റെ കൈകൊണ്ടല്ല അത് സംഭവിച്ചത്. അത്രയും കട്ടിയുള്ളതും ഭാരമുള്ളതുമായ തിരശ്ശീല വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറന്നിരുന്നുള്ളൂ. അതിൻ്റെ പുറകിൽ അതിവിശുദ്ധമായ സ്ഥലം ദൈവിക സാന്നിധ്യം തന്നെയായിരുന്നു. ഈ തിരശ്ശീല ഒരു അലങ്കാരമല്ലായിരുന്നു, അതൊരു തടസ്സമായിരുന്നു, ഒരു വേർതിരിവായിരുന്നു. ഇവിടെ മനുഷ്യന് സ്വതന്ത്രമായി പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും വേർപെടുത്തുന്നു. യേശുവിൻ്റെ മരണശേഷം ഈ വേർതിരിവ് ശക്തിപ്പെടുന്നതിന് പകരം അത് നീക്കം ചെയ്യപ്പെട്ടു. തിരശ്ശീല മുകളിൽ നിന്നും താഴേക്ക് രണ്ടായി കീറി. ഇതിൻ്റെ അർത്ഥം ദൈവം തന്നെയാണ് ഈ തിരശ്ശീല നീക്കം ചെയ്തത്. കുരിശിലെ ജീവയാഗത്തിലൂടെ പാപത്തെ മാത്രമല്ല, മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള തടസ്സത്തെയും പരിഹരിക്കുന്നു. അവൻ യാഗമായി, അവൻ മഹാപുരോഹിതനായി, അവൻ വഴിയായി മാറി. തിരശ്ശീല നീക്കം ചെയ്തു എന്നത് മാത്രമല്ല, അത് തുറന്നതിനെക്കുറിച്ചും ഞാൻ ധ്യാനിക്കണം. ഇനി എല്ലാവർക്കും പ്രവേശിക്കാം, ബന്ധം പുനഃസ്ഥാപിക്കാം, ദൈവസാന്നിധ്യം നുകരാം. ഇനി ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്താൻ തടസ്സമില്ല, ദൂരമില്ല. നാം സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയോടെ ഒരിക്കലും പുറത്തു നിൽക്കേണ്ടി വരില്ല. ഇന്ന് നമുക്ക് നമ്മളോട് ചോദിക്കാം, ദൈവ സാന്നിധ്യത്തിലേക്ക് പോകാൻ ഇനി തടസ്സമില്ലെങ്കിൽ നാം എന്തുകൊണ്ട് ഇപ്പോഴും അകലെ നിൽക്കുന്നു? ദൈവം വാതിൽ തുറന്നു, നാം അതിലേക്ക് കടക്കാൻ തയ്യാറാണോ?